എൻ്റെ പേര് വിജി വിനായക. സ്റ്റാർട്ട്ഫുഡ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് പ്രിൻസിപ്പലാണ്. എന്നോടൊപ്പം ഡയറക്ടർ ശ്രീ അബ്ബാസ് ഖലീലിൽ, ഡോക്ടർ അനീഷെ ബക്കർ, KKM ട്രസ്റ്റ് സെക്രട്ടറി. 2003 ആരംഭിച്ച ഞങ്ങളുടെ വിദ്യാലയം ഇന്ന് 3500-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൊല്ലം ജില്ലയിലെ നമ്പർ 1 സ്കൂളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. KG മുതൽ 12ാം ക്ലാസ് വരെയാണ്. KG ജോളി ഫോണിക്സ് എന്ന് പറയുന്ന UK ബേസ്ഡ് ഫോണിക്സ് ബേസ്ഡ് ട്രെയിനിങ് ആണ് കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ടീച്ചേഴ്സും ജോളി ഫോണിക്സ് സർട്ടിഫൈഡ് ആണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ വായനയുടെ ലോകത്തിലേക്ക് എത്തിക്കുക. 1ാം ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് അവർക്ക് ഏത് സ്റ്റോറി ബുക്സും അവർക്ക് നന്നായി വായിക്കാൻ കഴിയണം എന്നൊരു ലേണിംഗ് ഒബ്ജക്റ്റീവോട് കൂടിയാണ് അതിൻ്റെ കരിക്കുലം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. KG പഠിക്കുമ്പോൾ തന്നെ അവർ കരിക്കുലർ ആക്ടിവിറ്റിയിലും അവർ പങ്കാളികളാകണം. അതിന് കുഞ്ഞുങ്ങൾക്കോ പേരൻസിനോ ഏത് കരിക്കുലർ ആക്ടിവിറ്റി വേണം എനിക്ക് പഠനത്തിനോടൊപ്പം തുടരാൻ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 1 വർഷം ആ കരിക്കുലർ ആക്ടിവിറ്റിക്കുള്ള പ്രത്യേക പരിശീലനം നൽകും. എല്ലാ ആഴ്ചയിലും 2 മണിക്കൂർ അതിനായി നീക്കി വെച്ചിരിക്കുന്നു. അതിനുശേഷം 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഒരൊറ്റ സെഗ്മെന്റ് കുഞ്ഞുങ്ങളുടെ ബാഗ് വെയിറ്റ് കുറയ്ക്കാനായി സെമസ്റ്റർ ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അവർക്കും കരിക്കുലർ ആക്ടിവിറ്റി ഏകദേശം 23ഓളം കരിക്കുലർ ആക്ടിവിറ്റി വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു കരിക്കുലർ ആക്ടിവിറ്റി അവർക്ക് ചൂസ് ചെയ്യാം. മലയാള പാഠ്യപദ്ധതിക്കും വളരെയേറെ പ്രാധാന്യം സ്കൂൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SCCRTയുടെ ടെക്സ്റ്റ് ബുക്കാണ് 1ാം ക്ലാസ് മുതലേ സ്കൂള് ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം 1-ലധികം ഭാഷകൾ എന്നും കുഞ്ഞുങ്ങൾക്ക് അഴകാണ്. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഫ്രഞ്ച് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. 5ാം ക്ലാസ് മുതൽ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നീ 4 ഭാഷകൾ കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രാവീണ്യം നേടിയിരിക്കണം എന്ന് സ്കൂളിന് നിർബന്ധമാണ്. 6ാം ക്ലാസ് മുതൽ തീർച്ചയായും NCERT കരിക്കുലം 6ാം ക്ലാസ് മുതൽ NCERT കരിക്കുലമാണ് സ്കൂൾ ഫോളോ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളിൽ കാണാതെ പഠിത്തം അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നത് മാത്രമാണ് പഠനം എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ, അവരിൽ കൂടുതൽ സ്മാർട്ട് ആക്കാൻ, അവരെ സ്കിൽഡ് ആക്കാൻ തീർച്ചയായും ഓരോ പാഠം കഴിയുമ്പോഴും അവർ നന്നായി അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ഭാഷാ വിഷയങ്ങൾക്ക് മാത്രമേ അവർക്ക് പുസ്തകം യൂസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റെല്ലാം ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ആദ്യം വിളിക്കുന്ന കുട്ടി ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ, 2ാമത് വിളിക്കുന്ന ആൾ അതിന്റെ കണ്ടിന്യൂവേഷൻ. അപ്പൊ സഭാകമ്പം, പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി തീർച്ചയായിട്ടും ബിൽഡ് ചെയ്യാൻ അത് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിലോ മറ്റു ഉന്നത വിദ്യാഭ്യാസത്തിലോ പോകുമ്പോൾ അവർക്ക് അവിടെ നന്നായി അവിടെയുള്ള മറ്റു പഠന പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ ഈ ഒരു കരിക്കുലം അവരെ സഹായിക്കുന്നുണ്ട്. 6ാം ക്ലാസ് മുതൽ തന്നെ അവർക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും അവർക്ക് തീർച്ചയായും അപ്പിയർ ചെയ്ത് നല്ല മിടുക്കരായി വരണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ 6ാം ക്ലാസ് മുതൽ സ്കൂൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ഫൗണ്ടേഷന്റെ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ 6ൽ പഠിക്കുന്ന ഓരോ സയൻസിന്റെയും മാത്തമാറ്റിക്സിന്റെയും പാഠം പഠിച്ചു കഴിഞ്ഞാൽ 100ഓളം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അവർ തന്നെ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ പാഠത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായി മനസ്സിലായി. സെമിനാറും ഫൗണ്ടേഷനുമാണ് 6ാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെ പഠന പദ്ധതിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് 10ാം ക്ലാസ് വരെയും തുടരും. 7, 8, 9, 10 ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ. ഒരിക്കലും മിടുക്കരെ മാത്രം മാറ്റിയിരുത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിനോട് സ്കൂൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഷയത്തെ അധികരിച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന വിഷയത്തെ അധികരിച്ച് അവർക്ക് സിവിൽ സർവീസസ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 11, 12 ക്ലാസ്സുകളിലേക്ക് എൻട്രൻസ് പരിശീലനം ആവശ്യമുള്ളവർക്ക് അത് വേണ്ട CBSE കരിക്കുലം
മാത്രം ചൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കരിക്കുലം ഒക്കെ സ്കൂളിൽ അവൈലബിൾ ആണ്. സ്കൂളിന് അക്കോമഡേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും സ്കൂൾ ക്യാമ്പസിനകത്ത് തന്നെ സ്കൂളിന്റെ തന്നെ ബോയ്സ് ഗേൾസ് ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. ലഞ്ച് ഫുഡ് ഫെസിലിറ്റി മെസ് ഫെസിലിറ്റി സ്കൂളിൽ അവൈലബിൾ ആണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ജസ്റ്റിസും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഞങ്ങളുടെ സ്കൂളിനെ ശ്രേഷ്ഠ സ്കൂളായി അംഗീകരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് NTA കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് വഴി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കാറുണ്ട്. 9ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലുമാണ് അതുവഴി പ്രവേശനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ ഇവിടുത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ 21ാം ആനുവൽ ഡേ സെലിബ്രേഷൻസ് ആണ്. 2 ദിവസമായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ആദ്യത്തെ ദിവസം ലോകമേ തറവാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി 3.5 വയസ്സ് മുതൽ 5.5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേക കലാപരിപാടി. ആ വിഷയം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഇന്ന് പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് എങ്ങും. അത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ അത് എങ്ങനെ ബാധിക്കുന്നു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അത് എങ്ങനെ ബാധിക്കുന്നു, അത് കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെ കാണുക. മുതിർന്നവർക്ക് അതിലൂടെ ഒരു മുതിർന്നവരുടെ കണ്ണ് തുറക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോക സമാധാനത്തിനുള്ള പ്രോഗ്രാം. തീർച്ചയായിട്ടും അതിൽ 500ഓളം ഞങ്ങളുടെ കുഞ്ഞുമക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നക്ഷത്ര ഡാൻസിങ് വിത്ത് സ്റ്റാർസ് ഗ്രഹങ്ങളെ കുറിച്ചും കൂടുതൽ അടുത്തറിയാൻ ഉള്ള ഒരു അവസരമാണ്. ISROയുടെയും നാസയുടെയും ഒക്കെ കണ്ടുപിടുത്തങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഇന്ന് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്.